നല്ല പകൽക്കാലം കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇന്ന് ഈ സൂം മീറ്റിങ്ങിലൂടെ ഇന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇപ്രകാരം ദൈവജനം സൂക്ഷിപ്പാനായിട്ടൊരു അവസരം നൽകിയ പ്രാർത്ഥനാധനിയുടെ ബഹുമാനിയായ ദൈവദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനി എല്ലാ ദൈവമക്കൾക്കും ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതം നമ്മുടെ ഭാരതത്തിലുള്ള ഓരോ ദൈവമക്കളെ സംബന്ധിച്ചും നമുക്ക് 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയ ആ നല്ല ദിവസത്തെ നമ്മൾ ഓർക്കുന്ന ഒരു പ്രത്യേക ദിനവും കൂടെയാണല്ലോ. എന്താണ് സ്വാതന്ത്ര്യം ദൈവമക്കളെ? ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 5:1 പൗലോസ് പറഞ്ഞിരിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുക, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ദൈവമക്കളെ, ഭാരതത്തിലെ അനേക ഹല്ലേലൂയ ധീരന്മാരായ വ്യക്തി ജീവിതങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി മരണം വരിച്ച് അവരുടേതായ ദൗത്യങ്ങൾ പൂർത്തീകരിച്ച് കടന്നുപോയി. അവരൊക്കെയും നശിച്ചു പോകുന്ന രാജ്യത്തിനു വേണ്ടിയും നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയും ആയിരിക്കാം ഈ ലോകത്തിൽ പോരാടിയത്. അവരെ ഓർക്കുന്ന നല്ല കാര്യം. എന്നാൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അതല്ലല്ലോ കർത്താവ് നൽകിയിരിക്കുന്നത്. അനുശ്വരൻ നമുക്ക് വേണ്ടി നൽകിയത്. അവൻ നമുക്ക് വേണ്ടി, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവ് ഫിലിപ്പിയ ലേഖനം 2:5 പറയുന്ന പോലെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി അവൻ നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ ദൗത്യം പൂർത്തീകരിപ്പാൻ ഒരു ദാസനെ പോലെ, ഒരടിമയെ പോലെ 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി കഷ്ട സഹിച്ച്, നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ടു, നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിലേക്ക് കരയേറിപ്പോയെങ്കിൽ അവൻ വീണ്ടും വരുമെന്നുള്ള അപ്രത്യാശയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നാം എപ്രകാരമായിരിക്കണമെന്നാണ് നമുക്ക് തിരുവചനത്തിലൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്വതന്ത്രതയില്ലാതെ, സ്വാതന്ത്ര്യമില്ലാതെ ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിലും ബന്ധനങ്ങളിലും അടിമനുഖങ്ങളിലും നാം കുടുങ്ങപ്പെട്ടവരായി പാപഭാരം പേറി ജീവിച്ചു പോയ ദൈവം നമ്മെ വിടുവിച്ച ദൈവത്തിന്റെ മഹാകരുണ എത്ര വലുതാണ്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് യെശയ്യാ 10:27 പറയുന്നു, അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. സ്തോത്രം. ഈ ലോകത്തിൻ്റെതാകുന്ന ചുമടുകൾ പേറി, ഈ ലോകത്തിന്റെ ഭാരങ്ങൾ വഹിച്ച് ദൈനംദിന ജീവിതം മുൻപോട്ട് പോകാൻ കഴിയാത്ത കഷ്ടദുഃഖങ്ങളിലൂടെ ഞാനും നിങ്ങളും മുൻപോട്ട് പോയപ്പോൾ അരുമനാഥൻ നമുക്ക് വേണ്ടി അവൻ നമ്മുടെ ഭാരങ്ങളെ വഹിച്ചു. അവൻ നമ്മുടെ ചുമടുകളെ അവൻ നമുക്ക് വേണ്ടി താങ്ങി നമ്മെ ബലപ്പെടുത്തി. എബ്രായ ലേഖനം 12:1 പറയുന്നു, ആകയാൽ സാക്ഷികൾ എത്ര വലിയൊരു സമൂഹം നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഈ ലോകത്തിൽ നാം ദൈവത്തെ സേവിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ സ്ഥിരതയിൽ നിന്ന് നമ്മളെ അസ്ഥിരരാക്കി ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ പലപ്പോഴും വീണ് വിശ്വാസ കപ്പലുകൾ ഉടഞ്ഞുപോയ കൊമിനിയോസിനെ പോലെ, അലക്സാണ്ടറിനെ പോലെയും പതറിപ്പോകുന്ന അനേക ജീവിതങ്ങളുണ്ട്. അതിനായിട്ടല്ലല്ലോ കർത്താവ് നമ്മെ വിളിച്ചത്. അവൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയെങ്കിൽ വീണ്ടും നാം അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുതെന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് നൽകിയിരിക്കുന്നത്. അതിന് നാം എന്തു ചെയ്യണം ദൈവമക്കളെ? നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനകളും ദൈവികമായ പ്രത്യാശയമുള്ളവരായി നാം മുന്നേറുന്നുവെങ്കിൽ ദൈവമായ കർത്താവ് നമ്മെ ബലപ്പെടുത്തുവാനും നമ്മെ അനുഗ്രഹിപ്പാനും അവൻ മതിയായ ദൈവമാണ്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താണ്. ദൈവത്തിന്റെ കൃപ നമ്മളിൽ ഓരോരുത്തരിലും വ്യാപരിപ്പാനിടയായി തീരട്ടെ. സ്തോത്രം. പാപത്തിന്റെ ബന്ധനങ്ങൾ, പാപത്തിന്റെ ശാപങ്ങൾ പലപ്പോഴും മനുഷ്യജീവിതത്തെ പിടിച്ച് ഒരു കർമ്മങ്ങൾ കൊണ്ടോ മറ്റ് യാതൊരുമാകുന്ന
കാര്യങ്ങളാലും വിടുതൽ കിട്ടാതെ ഇരുന്ന അനേക ജീവിതങ്ങൾ യേശുക്രിസ്തുവിലൂടെ നമുക്ക് രക്ഷയും നമുക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പും നമുക്ക് നൽകിയിരിക്കുന്നു. പാപത്തിന്റെ നുകത്തെ അവൻ എന്നേക്കുമായി നമ്മളിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതാണ് യെശയ്യാവ് 10:27 നമ്മൾ വായിച്ചത്. അന്നാളിൽ അവൻ അലറിയ സ്തോത്രം, അവൻ നിന്റെ ചുമടുകളെ നിന്റെ തോളിൽ നിന്ന് നീക്കും, അവൻ നിന്റെ നുകത്തെ കഴുത്തിൽ നിന്ന് നീക്കിക്കളയുമെന്ന് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇതാ യശയാവ് പ്രൈസ് ദി ലോർഡ് തന്റെ വചനം വ്യക്തമായി പറയാണ്. അലറിയ അതുപോലെ തന്നെ നമുക്ക് സ്തോത്രം യശയാവ് 58:6 പറയുന്നു. സ്തോത്രം, അല്ലെ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, സ്തോത്രം, എല്ലാ പീഡിതരെയും സ്വതന്ത്രരാക്കുക എന്ന് യെശയ്യാ പ്രവാചകൻ 58:6 വചനത്തിൽ ഇപ്രകാരം പറയുന്നു. ദൈവമക്കളെ, എന്താണ് അന്യായ ബന്ധനങ്ങള്? സ്തോത്രം, ഹല്ലേലൂയ. ഈ ലോകത്ത് ദുഷ്ടനായ പിശാച് നമ്മെ തകർക്കുവാനായി ദുഷ്കർമ്മങ്ങളിലൂടെ അനേകരുടെ ഭാവിയും ജീവിതം തകർത്തു കളയുമ്പോൾ എങ്ങനെ എൻ്റെ ശാപം മാറും, എങ്ങനെ ഈ മുഖം തകരുമെന്ന് ചിന്തിക്കുമ്പോൾ ആ ശാപവും മുഖവും തകർക്കാൻ ആ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവസ്ഥാനത്തിൽ പിന്നെയും നമ്മൾ വളരെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ തിരുവചനങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ചില മുഖങ്ങൾ തകർന്നു പോയ ജീവിതങ്ങളെ നമുക്ക് പരിചയപ്പെടുവാനായി കഴിയും. സ്തോത്രം. നമുക്ക് ഏശാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏശാവ് അപ്പന് രുചികരമായ ഭോജനങ്ങൾ ഉണ്ടാക്കി അനുഗ്രഹം വാങ്ങാനായി വരുമ്പോൾ യാക്കോബ് അമ്മ തന്ത്രങ്ങളിലൂടെ ആടിനെ പാകം ചെയ്ത് അപ്പന് കൊടുത്ത് അവൻ അനുഗ്രഹങ്ങൾ വാങ്ങിയപ്പോൾ ഏശാവ് അപ്പൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അപ്പൻ പറയുന്നു, മോനെ, നീ വരാൻ വൈകിപ്പോയി, നിന്റെ അനിയൻ എന്നെ കബളിപ്പിച്ചു, അനുഗ്രഹങ്ങളൊക്കെ അവൻ വാങ്ങി, ഇനി എനിക്ക് തരാനോ, നിനക്ക് എന്തിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിശ്ചയനായി യേശാവ് ചോദിക്കുന്നുണ്ട്, അപ്പ എനിക്കൊരു അനുഗ്രഹവുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പൻ അവനോട് പറയുന്നുണ്ട്, ഉൽപ്പത്തി 9:24-25 സ്തോത്രം, നിന്റെ ശാപത്തിന്റെ മുഖം ഇതാ അന്ന് നിന്റെ തോള് കഴുത്തിൽ നിന്ന് അഴിഞ്ഞു പോകുമെന്ന് പറയുന്നുണ്ട്. ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. ആ പിതാവ് പറയാണ്, അന്ന് ശാപത്തിന്റെ മുഖം നിന്റെ തോളിൽ നിന്ന് അഴിഞ്ഞു പോകും. ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. ഇസഹാക്ക് തന്റെ മകനെ നോക്കിക്കൊണ്ട് അത് പറയുവാൻ കഴിയുമെങ്കിൽ യേശുവിന്റെ രക്തത്താൽ വിലക്കി വാങ്ങി എന്റെയും നിന്റെ ശാപം മറ്റാർക്കും അഴിച്ചു മാറ്റാൻ കഴിയത്തില്ല. ആ നാളിൽ അവൻ നമ്മുടെ ചുമടുകളെ അവൻ മാറ്റുമെങ്കിൽ, നമ്മുടെ മുഖത്തിൽ തകർത്ത് കളയുമെങ്കിൽ, ഇവിടെ സ്തോത്രം ഏശാവിനോട് ഇസഹാക്ക് പറഞ്ഞ പോലെ സ്തോത്രം, നിന്റെ കഴുത്തിൽ നിന്ന് ആ ബന്ധനങ്ങളെ, ആ മുഖത്തെ അവൻ തകർത്ത് കളയും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ സത്യം കെട്ടിയിരിക്കുന്ന കെട്ടുകളെ, ബന്ധനങ്ങളെ തകർക്കുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ ആ ദൈവമാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെതാകുന്ന ബന്ധനങ്ങളാൽ പലരെയും പിശാച് തകർത്ത് വെച്ച് സ്വസ്ഥതയെ സമാധാനം പ്രാപിക്കാൻ കഴിയാതെ ഹല്ലേലൂയ അനേക ജീവിതങ്ങളിൽ നിരാശപ്പെട്ട് ആത്മഹത്യ വർദ്ധിക്കുമ്പോൾ മദ്യവും മയക്കുമരുന്നുകളിലും അനേക കുഞ്ഞുങ്ങൾ അടിമകളായി തീരുമ്പോൾ ദൈവമക്കളെ, കർത്താവിൽ ആശ്രയിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമാധാനവും സന്തോഷവും എത്ര വലുതാണ്. ഹല്ലേലൂയ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ നാം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ജയമെടുക്കുവാനിടയായി തീരണം. ലൂക്കോസ് 13:16 പറയുന്നു, അവൻ രോഗത്തിന്റെ ബന്ധനങ്ങളെ അഴിച്ചു കളയും. ഹല്ലേലൂയ. അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ രോഗബന്ധനങ്ങളാൽ സ്വസ്ഥത പ്രാപിക്കാതെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ സഹോദര സഹോദരി, നീയും ഞാനും തളർന്നു പോകാതെ കർത്താവിന്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം യേശുവേ എനിക്ക് സൗഖ്യം വേണം, യേശുവേ എന്നെ വിടുവിക്കണമെന്ന് നാം പറയുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധനങ്ങളെ പൂർണ്ണമായി മാറ്റിത്തരുവാൻ നമ്മുടെ ദൈവമായ കർത്താവ് മതിയായവനാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്തോത്രം. അതുകൊണ്ടാണ് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത്, യെശയ്യാവ് 58:6 പറയുന്നു, ഹല്ലേലൂയ, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, അന്യായ ബന്ധനങ്ങളെ ഹല്ലേലൂയ സ്തോത്രം അഴിക്കുക. സ്തോത്രം, ആ ബന്ധനങ്ങളെ ഹല്ലേലൂയ പൂർണ്ണമായി ഹല്ലേലൂയ തകർത്ത് കളഞ്ഞാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ അത് എങ്ങനെയാണ് തകർത്ത് കളയാൻ കഴിയുന്നത്? ആത്മാവിന്റെ ഫലം നാം പ്രാപിച്ച് സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും കൂട്ടായ്മകൾ ആചരിച്ച് ദൈവത്തെ നമ്മൾ ഹല്ലേലൂയ സ്തുതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കടന്നു വരുന്ന ബന്ധനങ്ങളിൽ നിന്ന്, ശാപങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവ് നമ്മളെ വിടുവിക്കും എന്നുള്ള ഉത്തമമായ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കൂ, ഏതാണ്ട്
89 വർഷമായി ഈ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞെങ്കിലും അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവമക്കളെ മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഇന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ സഹോദരങ്ങൾ ദൈവമക്കൾ എത്രയോ എണ്ണം പീഡിപ്പിക്കപ്പെടുന്നു, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു, കള്ള കേസ് കൊടുത്ത് ജയിലിലായിരിക്കുന്നു. അനേക ദൈവദാസന്മാർ ഉപദ്രവങ്ങളും കഷ്ടങ്ങൾ സഹിക്കുന്നു. സ്വാതന്ത്ര്യത്തോടെ അവരവർക്ക് നൽകിയിരിക്കുന്ന വചനമോ പറയുവാൻ പോലും കഴിയാതെ വണ്ണം പലരും ബന്ധനങ്ങളിൽ കഷ്ടതകളിൽ കിടക്കുന്നു. പക്ഷേ അന്നാളിൽ അവൻ അവരുടെ ചുവടുകളെ നീക്കിക്കളയും, അന്നാളിൽ അവരുടെ ബന്ധനങ്ങളെ തകർത്തു കളയും എന്നുള്ള വചനം നമ്മെ ധൈര്യപ്പെടുത്തുന്നുകൊണ്ട് ദൈവമക്കളെ ഒരിക്കലും നാം ക്ഷീണിച്ചു പോകേണ്ട ആവശ്യമില്ല. ഈ മാനുഷ്യമായ നിയമങ്ങളൊക്കെ ദൈവം മാറ്റി നമ്മെ വിടുവിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. അവന്റെ കൃപ ദൈവം എന്നിലും നിന്നിലും പിന്നെയും പകർന്ന് ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അത് ലഭിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ ചില നുഖങ്ങൾ തകർന്നു പോകണം, ഈ ലോകത്തിന്റെ ചില ഹല്ലേലൂയ ബന്ധനങ്ങൾ തകർന്നു പോകണം. നമുക്കറിയാം, സ്തോത്രം, ഹല്ലേലൂയ. ഇതാ പ്രൈസ് ദി ലോർഡ്. നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം 2 രാജ 19 വായിക്കുമ്പോൾ ഏലിയാവ് എലിശായെ തിരഞ്ഞെടുക്കുവാനായി വരുമ്പോൾ എലിശ 12 കാളയെ ഉഴുതുകൊണ്ടിരിക്കുമ്പോഴാണ് ഏലിയാവ് എലിശായെ തൊടുന്നത്, നീ അവന്റെ മേൽ അപ്പുതപ്പെടുന്നത്. എന്നാൽ എലിശായോട് പറയുന്നുണ്ട്, നീ എന്റെ പിന്നാലെ വരിക. പക്ഷെ എലിശ പറയുന്നു, ഞാൻ പോയി എന്റെ അപ്പനെ അമ്മയും ചുംബിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ പോയി. സ്തോത്രം, അവൻ കാളയെ സ്തോത്രം അറുത്ത് ആ കലപ്പയും നുഹവും തകർത്ത് ഭാഗ്യം ചെയ്ത് അവർക്ക് കൊടുത്തിട്ട് അവന്റെ എല്ലാ വിധമാകുന്ന കാര്യങ്ങളെ ത്യജിച്ചിട്ട് ആ മഹത്വമായ സൂക്ഷിക്ക് വേണ്ടി എലിശ കടന്നു പോകുന്ന മണ്ഡലമുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വേല ചെയ്യുവാനായി ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ട് കാണാം, ജോലി ഉപേക്ഷിച്ച് കാണാം, ധനം നഷ്ടപ്പെട്ട് കാണാം, ജീവിതത്തിൽ പല ക്ലേശങ്ങൾ ഉണ്ടായി കാണാം, ഒറ്റപ്പെട്ട് കാണാം, യേശുവിനെ അറിഞ്ഞതുകൊണ്ട് പലരും നിന്നെ ഒറ്റപ്പെടുത്തി കാണാം. പക്ഷേ ഇന്ന് പകൽക്കാലം ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്. അവിടെയൊക്കെ ദൈവം നമ്മെ വിടുവിപ്പാൻ, ദൈവം നമ്മെ സഹായിപ്പാൻ ശക്തനാണ്. കാരണം മത്തായി 16 ഇപ്രകാരം പറയുന്നു, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. ദൈവമക്കളെ, നാം കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്നിരിക്കാം. ഈ ലോകത്തിലേതാകുന്ന സ്നേഹബന്ധനങ്ങൾ ഒരുപക്ഷെ പലരിൽ നിന്ന് കുറഞ്ഞു പോയെന്നിരിക്കാം. നമ്മെ കാണുമ്പോൾ ചിലർ മുഖം തിരിച്ചെന്നിരിക്കാം, പല നന്മകളും നമുക്ക് നഷ്ടപ്പെട്ടെന്നിരിക്കാം. പക്ഷേ ഇന്ന് പലതും നാം ത്യജിക്കപ്പെട്ടവരായി നാം ആയിരിക്കുമ്പോഴും നമ്മളെ മാറുകൂടണയ്ക്കുന്ന, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന, നമ്മുടെ കഷ്ട ദുഃഖങ്ങൾക്ക് ആശ്വാസം പകരുന്ന, എന്നെയും നിന്നെയും മാനിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവന്റെ ക്രൂശ് നമുക്ക് എടുത്ത് അനുഗമിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ എത്ര വിലപ്പെട്ട അനുഭവമാണ്. സ്തോത്രം, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവമക്കളെ, ഒരു നാമധേയ കത്തോലിക്ക കുടുംബത്തിൽ 1994 സ്തോത്രം ഞാന് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായി. കത്തോലിക്ക കുടുംബത്തിൽ ജനിക്കപ്പെട്ട എൻ്റെ വീട്ടിൽ ഞങ്ങൾ 8 മക്കളായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ പെന്തക്കോസ്തുകാരോ അല്ലെങ്കിൽ ദൈവദാസന്മാരോ അവിടെ വരികയോ അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നില്ല. എന്നാൽ ജീവിതത്തിൽ സമാധാനമില്ലാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യണമെന്ന് മാത്രം ചിന്തിച്ചു പോകുമ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്നെ കണ്ടതുകൊണ്ട്, എന്നെ വിളിച്ചതുകൊണ്ട്, മകനെ നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ അനേകർക്ക് ഒരു പ്രകാശമായി, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകനായി തീർക്കുമെന്ന് എൻ്റെ ഉള്ളിൽ ആരും പറയുന്ന പോലെ തോന്നി. അങ്ങനെ ഞാൻ ഭവനത്തിൽ വന്ന് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ സ്തോത്രം, ശൗലിന്റെ മനസ്സാന്തരമായിരുന്നു. അതിന്റെ ഹൃദയത്തെ വല്ലാതെ വർഷിച്ചു. ഞാൻ തീരുമാനമെടുത്തു, സ്തോത്രം, ഇനി മുതൽ ഞാൻ കർത്താവിന്റെ മകനായി ഞാൻ ജീവിക്കുമെന്ന് ചിന്തിച്ചു. പക്ഷേ ആ തീരുമാനമെടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചു, എനിക്കെല്ലാം അനുകൂലമായി തീരും, എനിക്ക് സന്തോഷമായിരിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും ശത്രുവിന്റെ നേരെ കൊണ്ടുവന്നു. എന്നെ എങ്ങനെയും പിന്മാറ്റിക്കളയുവാൻ, എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഉപേക്ഷിപ്പാനായിട്ട് അനവധി പ്രയാസങ്ങൾ നേരെ വന്നു. പക്ഷെ ദൈവം വലിയവനായതുകൊണ്ട് ഞാൻ അവിടെയൊക്കെയും ഞാൻ പിടിച്ചു നിന്നു, ഞാൻ മുന്നേറി. സ്തോത്രം, ഞാൻ കർത്താവിനെ കൂടുതലായി സ്നേഹിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങി. കഷ്ടതയുടെയും രോഗങ്ങളുടെ നടുവിൽ എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തുവാനിടയായി. എനിക്ക് അവിടെ വെച്ചാണ് ഒരു കാര്യം മനസ്സിലായത്. എൻ്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ കാര്യം ഈ ലോകത്തിന്റെ ബന്ധനങ്ങളായിരുന്നു, ഈ ലോകത്തിന്റെ ശാപമായിരുന്നു, ആ മുഖമായിരുന്നു. ആ മുഖം തകർക്കാൻ ഞങ്ങളുടേതായ കുടുംബക്കാര് ഈ ലോകത്തിൻ്റെതാകുന്ന ആചാരങ്ങൾ അനുസരിച്ച് പല മുസ്ലിം അല്ലെങ്കിൽ മറ്റു വിധമാകുന്ന നേർച്ച കാഴ്ചകൾ അതുപോലുള്ള കർമ്മങ്ങൾ ചെയ്തിരുന്നു.
നാമധേയ കത്തോലിക്ക കുടുംബത്തിലാണെങ്കിലും ഞങ്ങൾ അങ്ങനെയുള്ള പലതിനെ ആശ്രയിച്ചു. പക്ഷെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോഴാണ് 16-ാം സങ്കീർത്തനത്തിലെ വചനം എന്റെ ജീവിതത്തിൽ ഇടപെട്ടത്. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും, അവരുടെ രക്തപാനീയ ബലികളെയും ഞാൻ അർപ്പിക്കുകയില്ല. ദൈവമക്കളെ, അതിന്റെ ഹൃദയത്തിൽ വളരെ ഭക്ഷിച്ചപ്പോൾ വീണ്ടും ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ ഹിസ്കിയാവ് അവന്റെ രോഗം മാറിയത് എന്തുകൊണ്ടാണ്? അവൻ ദാവീദിന്റെ വഴികളിൽ നടന്നു, അവന്റെ ശീലപ്രതിഷ്ഠകളെ ഉടച്ചു കളഞ്ഞു, പിച്ചള സർപ്പങ്ങളെ തകർത്ത് കളഞ്ഞു. അവൻ പിതാവായ ദാവീദിനെ പോലെ യഹോവയുടെ വഴികളിൽ നടന്നു. അതുകൊണ്ട് ദൈവത്തിന് അവന്റെ മേൽ പ്രസാദമുണ്ടായി. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. ദൈവമക്കളെ, സ്തോത്രം, ആ വിഗ്രഹാരാധനകളിൽ നിന്ന്, അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന്, അങ്ങനെയുള്ള കർമ്മങ്ങളിൽ നിന്ന് ഞാൻ ചെയ്തു പോയ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് യേശുവിന് വേണ്ടി കർത്താവിന്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ചു. ആ പാപത്തിന്റെ സ്തോത്രം ചുമട് എന്റെ തോളിൽ നിന്ന് അവൻ തകർത്ത് കളഞ്ഞു. അവന്റെ മുഖം എന്റെ കഴുത്തിൽ നിന്ന് അവൻ എന്നേക്കുമായി നീക്കിക്കളഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി, സന്തോഷമായി, എനിക്ക് സ്വസ്ഥതയായി ഞാൻ ആരാധനകളിൽ സംബന്ധിച്ചു. എനിക്ക് ദൈവദിനം പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി. ഞാൻ വിവാഹം കഴിച്ചു. സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളെ ദൈവം എനിക്ക് ഭാര്യയായി ദൈവം തന്നു. ഞങ്ങൾ ഇന്ന് കർത്താവിന്റെ മഹത്വമായ വേലകളിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് 2 മക്കൾ. മൂത്ത മകൻ തിരുവനന്തപുരത്ത് കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. ഇളയ മകൻ അടൂർ മണക്കാലയിൽ തിയോളജിക്കൽ സെമിനാരിയിൽ BD ബിരുദം അവസാന വർഷ വിദ്യാർത്ഥിയായി ദൈവദിനം പഠിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ ഞങ്ങളിപ്പോൾ അടൂര് പരുത്തിപ്പാറ സഭയുടെ സൂക്ഷകനായിരിക്കുന്നു. ഞാനിത് പറഞ്ഞതിന്റെ അർത്ഥം, ദൈവമക്കളെ, വിശ്വാസത്തിൽ ഏകരായി തിരിച്ചവർ കാണാം. പക്ഷേ നാം തിരിച്ചതല്ല, ദൈവം നമ്മെ വിളിച്ചതാണ്. യോഹന്നാൻ 15 പറയുന്ന പോലെ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം കായ്ക്കുവാനും നിങ്ങളുടെ ഫലം നിലനിൽക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഫലം നിലനിൽക്കാതിരിക്കാൻ പിശാച് പലപ്പോഴും നമുക്ക് ഉപദ്രവങ്ങളും കഷ്ടതകളും പല പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ പതറിപ്പോകും. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളല്ലോ, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ, ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ നാം ചിന്തിക്കും. പക്ഷെ നമ്മെ വിളിച്ചിരിക്കുന്ന വിളി ഒരു സാധാരണ വിളിയല്ല, അത് പരമ വിളിയാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 3:14 പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. ദൈവമക്കളെ, ആ ലാക്കിലേക്ക് ഓടുന്നവന് മാത്രമേ ലക്ഷ്യബോധത്തിലേക്ക് എത്തുവാനും ആരും അടിമമുഖത്തിൽ കുടുങ്ങിപ്പോകാതെ സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനും കഴിയത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ജീവിതം പ്രത്യാശയുള്ളതായി നമ്മൾ മുൻപോട്ട് പോകണം. ദൈവമക്കളെ, ഈ ലോകത്തിൽ സമ്പന്നന്മാരായതുകൊണ്ടോ രാജാക്കന്മാരായതുകൊണ്ടോ പ്രമുഖന്മാരായതുകൊണ്ടോ കുടുംബത്തിൽ സമാധാനം വേണമെന്നില്ല. ഒരു ദൈവവൈദ്യൽ അനുഭവിക്കുന്ന സമാധാനം എവിടെ നിന്ന് ലഭിക്കുന്ന? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും പ്രാപിക്കുമ്പോഴാണ് സന്തോഷം പ്രാപിക്കുന്നത്. അത് പ്രാപിക്കണമെങ്കിൽ നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടണം, ബലപ്പെടണം, ആത്മാവിൽ ബലം പ്രാപിക്കണം, ആത്മാവിൽ സംസാരിക്കണം, ആത്മാവിൽ നാം ആനന്ദിക്കണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. അത് ഉണ്ടാകണമെങ്കിൽ നീ ബന്ധനം അഴിക്കാൻ നടക്കണ്ട, നീ ശാപം മാറ്റാൻ നടക്കണ്ട, നീ ഒരു കൂട് മാത്രം എടുക്കാൻ നടക്കണ്ട. നീ വിശുദ്ധിയുടെ പ്രമാണത്തിൽ നിന്നുകൊണ്ട് ഉപദേശങ്ങളെ പാലിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവമാണെങ്കിൽ അവൻ നിന്റെ മേൽ അധികാരം ദൈവം നിനക്ക് നൽകും. അസാധാരണമായ അധികാരം ദൈവം നമുക്ക് നൽകും. അതുകൊണ്ടാണ് ലൂക്കോസ് 10:19 പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുമെന്നാ പറഞ്ഞത്. നിങ്ങളെന്ന് വെച്ചാൽ യേശുവിന്റെ സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ഏതൊരു വ്യക്തിയും പിതാവായി ദൈവമേ എന്നെ രക്ഷിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞാൽ, ദൈവമക്കളെ, ദൈവം നമ്മുടെ മേൽ അധികാരം കൃപയും നൽകി ആ ബന്ധനങ്ങളെ അഴിപ്പാനുള്ള കൃപ തരും. സ്തോത്രം. അത് നാം നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ പ്രാപിക്കേണ്ടതായി തീരണം. വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിന്റെ കൃപ നമ്മെ നിലനിർത്തുന്നത്. നമ്മെ പലപ്പോഴും നമ്മളെ പതറിച്ചു കളയുന്ന അനേക അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നാം അവിടെയൊക്കെ ദൃഢനിശ്ചയം പ്രാപിച്ച് മുന്നേറുവാനായിട്ട് ഇടയായി തീരണം. അതിനായി നാം നമ്മെ തന്നെ സമർപ്പിക്കണം. ഒരുപക്ഷെ ജോലി ഭാരങ്ങള്, കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങള്, പഠനത്തിലുണ്ടാകുന്ന പ്രയാസങ്ങള്, സൂക്ഷിയിലുണ്ടാകുന്ന ചില വെല്ലുവിളികള്, ചില രോഗങ്ങള്, ഇതൊക്കെ കടന്നു വരുമ്പോൾ എന്നാൽ അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നാം ദൈവത്തിന്റെ പാദപീഠത്തിൽ താഴ്ത്തേൽപ്പിച്ച് നാം പ്രാർത്ഥിച്ച് അവന്റെ കൃപാവരങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് മുന്നേറുന്നുവെങ്കിൽ ദൈവം നമ്മെ ബലപ്പെടുത്തുവാനിടയാകും. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം തന്നെ ചിന്തിച്ചു നോക്കിയാൽ
ആ യേശു ക്രിസ്തു കഴിഞ്ഞിട്ട് ലോകത്തിൽ ഇത്രമാത്രം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ ജീവൻ പോലും സമർപ്പിക്കാൻ ഓടി നടന്ന ആശയിലെ പല രാജ്യങ്ങൾ സഞ്ചരിച്ച് 3 മിഷണറി യാത്രകൾ നടത്തി വീരനായ അപ്പസ്തോലനെ പോലും ഉദര സംബന്ധമായ രോഗവും ചില പ്രയാസവും ക്ലേശങ്ങളിൽ കടന്നു വന്നപ്പോൾ 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു ഈ രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ. എന്നാൽ കർത്താവ് തനിക്ക് കൊടുത്ത ദർശനം എന്താണ്? ജഡത്തിന്റെ ആധിക്യം നിമിത്തം നിലയിപ്പാതിരിപ്പാൻ ഇതാ ഒരു ശൂലം നിനക്ക് തന്നിരിക്കുന്നു, പക്ഷേ എന്റെ കൃപ നിനക്ക് മതി. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലതും ഇല്ലായിരിക്കാം, പക്ഷെ ഒന്ന് ചിന്തിക്കണം, നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെ പലതിലും നീ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവിന് കൃപയുണ്ടോ? യേശു നമ്മുടെ കൂടെയുണ്ടോ? നാം ഏറ്റവും ആത്മീയ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആത്മീയ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം നേടിയിരിക്കുന്നു. നാം ആ വിലപ്പെട്ട അനുഭവം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചിന്തിക്കൂ, ആത്മീയ സ്തോത്രം, ലോകമാ കൽദായ പട്ടണത്തിന്റെ ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടന്ന അബ്രഹാമിനെയാണ് ദൈവം വിളിച്ചത്. അബ്രഹാമിന് എന്തില്ലാഞ്ഞിട്ടാണ്? പണമുണ്ട്, സമ്പത്തുണ്ട്, ധനമുണ്ട്, ലോകത്തിലെ വലിയ ശ്രേഷ്ഠമേറിയ രാജ്യമായ കൽദായ ദേശത്ത് സമ്പൽ സമൃദ്ധിയോട് ജീവിക്കുമ്പോൾ ദൈവത്തിനറിയാ, എന്റെ ദാസനായ അബ്രഹാം ആ ദേശത്തിന്റെ ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ടവനല്ല. അവന് സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാൻ അവനെ ദൈവം ആഗ്രഹിക്കുന്ന രാജ്യത്തേക്ക് ദൈവം അവനെ വിളിക്കുന്നു. ദൈവമേ, ഞാൻ എവിടേക്കാണ് വരുന്നത്? എനിക്ക് ആ വഴി കാണിച്ചു തന്നൊന്നും അവൻ പറഞ്ഞില്ല, അവൻ സംശയിച്ചില്ല. കാരണം എന്തുകൊണ്ടാണ്? ദൈവത്തിൽ അകമൊഴിഞ്ഞ വിശ്വാസം ഉള്ള ഒരു ഭക്തൻ ഒരിക്കലും സംശയിക്കുകയില്ല. ആ വിളി കേട്ട് അബ്രഹാം ഇറങ്ങി തിരിച്ച് തന്റെ ഭാര്യയും ദാസന്മാരുമായി ഒരു വലിയ ജനവലിയായി മുൻപോട്ട് കടന്നു പോവുകയാണ്. ആ കടന്നു പോകുന്ന വഴികളിലൊക്കെ അവൻ എന്ത് ചെയ്തെന്നറിയാവോ? ഹല്ലേലൂയ സ്തോത്രം. അവൻ യാഗപീഠങ്ങൾ പണിത് ദൈവത്തിന് യാഗം കഴിച്ചു. ഹല്ലേലൂയ. ഉൽപ്പത്തി 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ യാഗപീഠം പണിത് യാഗം കഴിച്ചു. 13-ാം അധ്യായത്തിന്റെ 19-ൽ പറയുന്നു, അവൻ ഹല്ലേലൂയ സ്തോത്രം ഹെബ്രോനിൽ എത്തിയപ്പോൾ അവൻ യാഗപീഠം പണിത് യാഗം കഴിച്ചു. സ്തോത്രം. ദൈവമക്കളെ, യാഗപീഠം ആരാധിക്കുന്നവന്, പ്രാർത്ഥിക്കുന്നവന് എവിടെ ചെന്നാലും അവൻ പ്രാർത്ഥിക്കും. അവൻ എവിടെ ചെന്നാലും, എവിടെയാണ് ആലയം, എവിടെയാണ് ചർച്ച്, എപ്പോഴാണ് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നതാണ് അവന്റെ ചിന്ത. ലോകപ്രകാരം മനുഷ്യൻ ലോകത്തിൽ ആശ്രയിക്കുമ്പോൾ ഒരു ദൈവവൈദ്യൽ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കും. അങ്ങനെയുള്ളവന്റെ ജീവിതത്തെ ബന്ധിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളവന് പിശാചിനെ തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവനോട് ഒരു പിശാചിനും പോരാടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് താൻ വളരെ ധൈര്യത്തോടെ 27 സങ്കീർത്തനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, യഹോവ എന്റെ സ്വതന്ത്രം, എന്റെ ജീവന്റെ ബലമാകുന്നു. യഹോവ എന്റെ സ്തോത്രം, എന്റെ ജീവന്റെ ബലമാണ്, ഞാൻ ആരെ പേടിക്കും? സ്തോത്രം. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ നിർഭയനായിരിക്കും. യഹോവ എന്റെ വെളിച്ചമാകുന്നു, യഹോവന്റെ ജീവന്റെ ബലമാകുന്നു. സ്തോത്രം. ദുഷ്കർമ്മികളാകുന്ന എന്റെ ശത്രുക്കൾ എന്റെ മാംസം തിന്നുവാൻ എന്റെ നേരെ അടുത്ത് വരുമ്പോൾ അവർ ചിതറിപ്പോകും. സ്തോത്രം. എന്നാൽ ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ നിർഭയനായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ശത്രുവിന് ഒരു ദുഷ്കർമ്മങ്ങൾ കൊണ്ട് നിന്റെ കുടുംബത്തെയോ നിന്നെയോ നശിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ബന്ധനം, ശാപം, ദോഷമെന്ന് പറഞ്ഞ് നിന്റെ നേരെ വന്ന് നിന്റെ മനസ്സിനെ തളർത്തുമ്പോൾ നീ ആ ബന്ധനത്തിന് പുറകെ പോകരുത്. നീ അവിടെ യേശുവിനെയാണ് ഓർക്കേണ്ടത്. മല പോലെ നിൽക്കുന്ന ഗോലിയാത്ത് ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ട് നിന്റെ മാംസത്തെ ആകാശത്തെ പറവകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ശപിച്ചുകൊണ്ട് ദാവീദ് നിന്റെ നേരെ കടന്നു വരുമ്പോൾ അവന്റെ കൂടെയുള്ള സൈന്യത്തെയോ ശൗലിന്റെ പട്ടാളത്തെയോ ആയുധത്തെയോ കണ്ടുകൊണ്ടല്ല അവൻ ഗോലിയാത്തിന് നേരെ കടന്നു ചെന്നത്. അവൻ പറയാണ്, നീ എന്നെ ശപിക്കുമ്പോൾ, നീ എന്നെ പ്രാകുമ്പോൾ, ഇസ്രായേൽ നിരയുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ കടന്നു വരും. ഇന്ന് ശത്രുവിനെ ദൈവം എന്റെ പാതിവീണമാക്കിത്തരും. അവൻ ഇന്ന് നിന്നെ ഞാൻ തകർക്കുമെന്ന് ദാവീദ് പറഞ്ഞത് അവന്റെ ഉള്ളിലെ വിശ്വാസമാണ്. ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തിന്റെ ദൃഢനിശ്ചയമുണ്ടെങ്കിൽ ക്യാൻസർ ആകട്ടെ, മാരകമായ രോഗമാകട്ടെ, കടബാധ്യതകളാകട്ടെ, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഏത് ക്ലേശങ്ങളാകട്ടെ, ഞാൻ ധൈര്യത്തോടെ പറയുന്നു, കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മളെ അതിൽ നിന്ന് വിടുവിപ്പാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഭക്തന്മാരുടെ ജീവിതമൊക്കെയും ഹല്ലേലൂയ പ്രതികൂലങ്ങളുടെ ഇരമ്പന്ന കടത്തിരകളുടെ മുകളിലൂടെ കടന്നു പോകുമ്പോഴും പതറിപ്പോകാതെ വിശ്വാസത്തോടെ ദൃഢനിശ്ചയം പ്രാപിക്കുന്നത് അവരുടെ ഉള്ളിലെ തികഞ്ഞ വിശ്വാസം ഭയത്തെ പുറത്താക്കും. ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം. മത്തായി 28:1 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കും, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് കാണുവാൻ കാത്തിരുന്ന മറിയയും ഹല്ലേലൂയ സഹോദരിമാരുടെ ഒരു കൂട്ടം അവർ
പേര് ഒരുക്കപ്പെട്ട സുഗന്ധ വസ്തുക്കളുമായിട്ട് കല്ലറയിലേക്ക് പോവുകയാണ്. ഭയാനകമായ ഒരു നിമിഷമാണ്. ഇരുട്ട് ബാധിച്ചിരിക്കുന്നു, നേരം വെളുത്തിട്ടില്ല, കല്ലറകളാൽ റോമൻ മുദ്രകളാൽ ബന്ധിച്ചിരിക്കുന്നു. സ്തോത്രം. കാവൽക്കൂട്ടമുണ്ട്. സ്തോത്രം. എല്ലാം ഒരു വല്ലാത്ത അന്തരീക്ഷമാണ്. പക്ഷേ ആര് സഹായിക്കും? ആര്? ശക്തന്മാരായ റോമൻ പട്ടാളത്തെ അവർ കണ്ടതാണ്. കർത്താവിനോട് ഒരു ക്രൂരതകൾ കാണിച്ച് അവനെ ഉപദ്രവിച്ചവർ. അവർ ഞങ്ങളെ കണ്ടാൽ ഉപദ്രവിക്കുമെന്ന് വേണമെങ്കിൽ അവർക്ക് ചിന്തിക്കാം. പക്ഷെ യേശുവിനോടുള്ള തികഞ്ഞ വിശ്വാസം, അവർ ആ പട്ടാളത്തെ അല്ല നോക്കിയത്, ആ കല്ലറകളിലെ കല്ല്. സ്തോത്രം. യേശുവിന്റെ ശവമടക്കും ശവസ്കാര സമയത്ത് അവർ ഒരുപക്ഷെ അവിടെ നിന്ന് കണ്ടതായിരിക്കാം. ആ ഭയങ്കരമായ കല്ല് വെച്ച് അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. തന്നെയുമല്ല, റോമൻ മുദ്ര കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. അതൊരിക്കലും അത് ആ കല്ല് ഇളക്കാനോ മുദ്ര പൊട്ടിക്കാനോ നമുക്ക് സാധ്യമല്ലെന്ന് വേണേ അവർക്ക് വിശ്വസിക്കാമായിരുന്നു. പക്ഷെ അവരുടെ ഉള്ളിലെ വിശ്വാസം, യേശു പറഞ്ഞു ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ വിശ്വാസത്താൽ അവരത് ഒരുക്കപ്പെട്ട സുഗന്ധ വസ്തുക്കളുമായി ചെല്ലുമ്പോൾ അവിടെ എന്താണ് കണ്ടത്? കല്ലറ തുറന്നു കിടക്കുന്നു, ഉരുട്ടി മാറ്റിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്റെയും നിന്റെയും ജീവിതത്തിൽ ദൈവമക്കളെ നാളുകൾ കൊണ്ട് തുറക്കപ്പെടാത്ത ചില ബാധകള്, സ്തോത്രം, ശത്രു കല്ല് വെച്ച് അടച്ചു വെച്ചിരിക്കുന്നെങ്കിൽ, ചില താമ്ര മാതൃകളാൽ അടച്ചു വെച്ചിരിക്കുന്നെങ്കിൽ, സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ നാം പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നാം ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകർക്ക് ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ആരെനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. വിശ്വാസത്തോടെ എനിക്കും നിങ്ങൾക്കും മുന്നോട്ട് പോകുവാൻ കഴിയുമെങ്കിൽ എല്ലാ ഇരുട്ടുകളെയും ദൈവം മാറ്റി, എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റി ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നമുക്ക് വചനത്തിലൂടെ കാണുവാനായി സാധിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ഒന്നാമത് വേണ്ടിയത് പുറമെയുള്ള നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ പോരാ, നമുക്ക് ആത്മാവിന്റെ സ്വാതന്ത്ര്യം ലഭിക്കണം. ആത്മാവിന്റെ സ്വാതന്ത്ര്യം ലഭിച്ചത് കൊണ്ടാണ് വിശുദ്ധന്മാർ കർത്താവിന് വേല ചെയ്യുന്ന പരാതിയും പരിഭവമില്ലാതെ പട്ടിണി കടന്നും കഷ്ടപ്പെട്ടും ഇന്ന് കർത്താവിന് വേല ചെയ്ത എത്രയോ ദൈവദാസന്മാർ നോർത്ത് ഇന്ത്യയിലായാലും കേരളത്തിന്റെ 50 വർഷത്തെ ആത്മീക ചരിത്രത്തിന്റെ ആദിപാഠങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ മലമുകളിലും കാടുകളിലും താണ്ടി സുവിശേഷം നേടുവാൻ, ആത്മാക്കളെ നേടാൻ കടന്നുപോയൊരു കാലഘട്ടമില്ലേ? അന്ന് പരിവുമില്ല, അന്ന് ഗ്രൂപ്പ് വഴക്കില്ല, അന്ന് അടിപിടിയില്ല, അന്ന് കേസില്ല, അന്ന് തർക്കമില്ല. കാരണം എന്തായിരുന്നു? ആത്മാവിന്റെ സ്വാതന്ത്ര്യം ലഭിച്ചു. ആത്മാവിന്റെ സ്വാതന്ത്ര്യം ഇന്ന് നഷ്ടപ്പെട്ടോ? അവിടെയാണ് പ്രശ്നങ്ങൾ, അവിടെയാണ് കുടുംബത്തിൽ കലകം, അവിടെയാണ് ഭവനത്തിൽ പ്രശ്നം, അവിടെയാണ് പ്രശ്നം തീർക്കാൻ രാഷ്ട്രീയക്കാരുടെ അടുത്തേക്കും പോലീസുകാരുടെ അടുത്തേക്ക് പോകേണ്ടത്. അത് ആ സഭകളിൽ പോലും ഒച്ചയല്ലേ? ഇരമ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, ആലയത്തിൽ വെട്ടുകുഴിയിൽ നിന്ന് പണി തീർത്ത കല്ലുകൾ വേണം ആലയത്തിന്റെ പണിക്കായി കൊണ്ടുവരേണ്ടിയ കല്ലുകൾ. ചുറ്റികയുടെയും ആയുധത്തിന്റെ ഒച്ച നിന്റെ ആലയത്തിൽ കേൾക്കരുത് ദൈവമക്കളെ. എന്നാൽ ഇന്ന് നാദസ്വരങ്ങളുടെ ശബ്ദങ്ങൾക്ക് പകരം പലപ്പോഴും ആക്രോശങ്ങളും കൈ ചുരുട്ടുന്നതും വഴക്കുണ്ടാക്കുന്നതും അല്ലേ? എന്തുകൊണ്ടാണെന്നറിയാമോ? ജഡത്തിന്റെ പ്രവൃത്തിയല്ലേ പലപ്പോഴും ഇന്ന് കാണുന്നത്. ബന്ധിക്കപ്പെട്ടവനെ പോലെ നീ ആയിരിക്കുന്നില്ലേ? ഹല്ലേലൂയ. ശിംശോൻ ആരായിരുന്നു? ആത്മാവിന്റെ കൃപ നിന്നവനാണ്. ഫിലിസ്ത്യരെ അവൻ 1, 2 എന്ന് പറഞ്ഞുകൊണ്ട് 1, 2 എന്ന് പറഞ്ഞ് തകർത്ത് കളഞ്ഞവനായിരുന്നു. എന്നാൽ ദലീലയുടെ മടിയിൽ അവന്റെ തല വെച്ച് കൊടുത്തത് കൊണ്ട്, അവന്റെ അധികാരത്തിന്റെ ആ കൃപ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞതുകൊണ്ട് അവൻ ബന്ധിക്കപ്പെട്ടവനായി, ദാഗോന്റെ ക്ഷേത്രത്തിൽ അരിപൊടിക്കുന്നവനായി ബന്ധിക്കപ്പെട്ടവനായി അവനെ അനേകർ പുച്ഛിക്കുവാനിടയായി തീർന്നില്ലേ? എങ്കിലും ദൈവത്തിന്റെ കരുണയല്ലേ ആ ബന്ധിക്കപ്പെട്ടവനാണെങ്കിലും അപേക്ഷിച്ചപ്പോൾ വീണ്ടും ആ കൃപ അവന് കൊടുത്ത് അവനെ ബലപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവജനം മടങ്ങി വന്ന് കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് മുന്നേറുന്നുവെങ്കിൽ ശാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ വിടിപ്പാൻ ഈ ലോകത്തിന്റെ കർമ്മങ്ങൾ കൊണ്ടോ, ലോകത്തിന്റെ അധികാരങ്ങൾ കൊണ്ടോ, ലോകത്തിന്റെ ഒരു ശക്തി കൊണ്ട് എന്തും ചെയ്തിട്ട് വന്ന് വിടുതൽ കിട്ടുമെന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നെങ്കിൽ അത് അവരുടെ അജ്ഞതയാണ്. ഒരിക്കലും അങ്ങനെ നടക്കത്തില്ല. വീഴുന്നവനെ വിടിപ്പാനല്ല യേശു വരുന്നത്, ജയിക്കുന്നവനെ തന്നോടുകൂടെ ഇരുത്തി. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ അവനോടുകൂടെ ആഹാരം കഴിക്കുമെന്നാണ് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ കിരീടം കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ വെള്ളക്കല്ല് കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്ന് നാടെങ്ങും നന്മ സുവിശേഷിച്ച് യഹൂദൻ അറപ്പായിരുന്ന കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യം കൊടുത്ത് നമ്മെ വിടുവിച്ച അരുമനാഥന്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഇന്നെയും പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറാണ്.
ാണെങ്കിൽ നമ്മെ രക്ഷിക്കുന്നത് വിടുവിക്കുന്നത് ലോകമല്ല, രാഷ്ട്രീയക്കാരനല്ല, മന്ത്രിയല്ല. ഭരണങ്ങൾ മാറും, രാഷ്ട്രീയക്കാർ മാറും, അവർ ചിരിച്ചു കാണിക്കും. അവരുടെ ചിരി കണ്ടുകൊണ്ട് നീ നിൽക്കരുത്. ആരുടെ നിനക്ക് യേശുവാണ് നിന്റെ മുൻപിലുള്ളത്. നീ യേശുവിന്റെ സന്നിധിയിലേക്ക് നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ സഹോദര നിന്നെ വിടുവിക്കും. നിന്റെ ഭവനത്തിൽ ആരാധന വെളിപ്പെടണം, നിന്റെ കുടുംബത്തിൽ വെളിപ്പെടണം. സ്തോത്രം. നിന്റെ കുടുംബം എങ്ങനെയായിരിക്കണം? 128 സങ്കീർത്തനം 1-ാമത്തെ വചനത്തിൽ പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നിന്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായി മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവതൈ പോലെയായിരിക്കും. അതേ, ആദ്യകാലങ്ങളിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു, രാവിലെ പ്രാർത്ഥനയുണ്ടായിരുന്നു. അന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ഭാര്യ ആരുയ അവനോടൊപ്പം പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു, അവന്റെ കുഞ്ഞുങ്ങൾ ആരുയ അവനോടൊപ്പം പ്രാർത്ഥിക്കുവാനുണ്ടായിരുന്നു. ആരുയ സ്തോത്രം. അവന്റെ ഭാര്യ വീടിനകത്ത് നിറവുള്ളവളാണ്, പ്രാർത്ഥനയുള്ളവളാണ്. ആരുയ സ്തോത്രം. സദൃശവാക്യം 31:10 പറയുന്ന പോലെ സ്തോത്രം, സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവൾ ഒരു കച്ചവട കപ്പൽ പോലെ, നിറവുള്ളവളെ പോലെ, കണ്ണുനീരുള്ള പ്രാർത്ഥന അനുഭവമുള്ളവൾ. എന്തുകൊണ്ടാണ്? അവൾ ബന്ധിക്കപ്പെടാത്തവളായതുകൊണ്ടാണ്, അവൾക്ക് പരിമമില്ലാത്ത ആയതുകൊണ്ടാണ്. നമ്മൾ ചിന്തിക്കും, വയോധികരായിരുന്ന സാറയെ അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. ആ വീട്ടിലേക്ക് ദൈവദൂതന്മാർ കടന്നു വരുമ്പോൾ സ്തോത്രം ആരുയ അവിടെയും അവരെ സൽക്കരിക്കുവാൻ അബ്രഹാം തീരുമാനമെടുക്കുമ്പോൾ ഭാര്യ ആ മാതാവും അതുപോലെ നിന്നതുകൊണ്ടല്ലേ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ കിട്ടിയത്. എന്നാൽ പലപ്പോഴും ഇന്ന് അനുഗ്രഹത്തിന് പകരം ഇന്ന് രോഗമല്ലേ, ഇന്ന് കഷ്ടതയല്ലേ, ഇന്ന് ആ ജീവിതത്തിൽ നിനക്ക് സ്വസ്ഥതയുണ്ടോ? ആലയത്തിൽ വന്നാൽ സന്തോഷത്തോടെ സമാധാനത്തോടാണോ മടങ്ങിപ്പോകുന്നത്? ആലുയ സന്തോഷം പ്രാപിക്കുന്നുണ്ട്. എന്നാൽ ഒരു ദൈവവൈദ്യ ആലയത്തിൽ വന്നാൽ എന്തായിരിക്കണം? സമാധാനവും സന്തോഷവും പ്രാപിച്ച് ആലുലിയ ആനന്ദത്തോടെ ആയിത്തീരണം ദൈവമക്കളെ. ആലുലിയ സ്തോത്രം. അത് എങ്ങനെ നമുക്ക് ലഭിക്കും? കർത്താവിന്റെ കൃപ നമ്മുടെ മേലുള്ളവർക്ക് മാത്രമേ അത് പറയുവാൻ സാധിക്കത്തുള്ളൂ. കാരണം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് ആലുലിയ സ്തോത്രം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്തോത്രം, ഈ ലോകത്തിന്റെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു. നമ്മെ ഏതാണ്ട് 100-400 വർഷക്കാലം ഇംഗ്ലണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കി, നമ്മുടെ കൊള്ളയടിച്ചു, നമ്മുടെ ധനവും നമ്മുടെ സമൃദ്ധികളെല്ലാം അവർ അപകരിച്ചു കൊണ്ടുപോയി. എന്നാൽ സ്തോത്രം, നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എന്തെല്ലാം നഷ്ടങ്ങളും കഷ്ടങ്ങളുമാണ് നമുക്ക് സംഭവിച്ചതെന്നറിയാവോ? പക്ഷെ എന്നാൽ അതിൽ നിന്ന് നമ്മൾ ഓർക്കുമ്പോൾ ഈ ലോകത്തിന്റെ പണവും ധനവും നഷ്ടപ്പെട്ട നല്ലൊരു കാര്യം ചിന്തിക്കണം. യോഹന്നാൻ 10 പറയുന്നു, കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും അറക്കുവാനും മുടിക്കുവാനുമാണ്. 10:10 പറയുന്നു, അവൻ കടന്നു വരുന്നാൽ, കർത്താവ് കടന്നു വരുന്നത് നമുക്ക് നിത്യജീവൻ നമുക്ക് നൽകുവാനാണ്, സമാധാനം നൽകുവാനാണ്, നമുക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുവാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, നമുക്കത് ലഭിക്കണമെങ്കിൽ നാം ഒരു ദാസനെ പോലെ ആയിത്തീരണം. ഹല്ലേലൂയ. നമ്മെ സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞാൽ, ലോകം നമ്മൾ തള്ളിക്കളഞ്ഞാൽ നമ്മൾ നശിച്ചു പോകത്തില്ല. നമുക്കറിയാം, ജോസഫിനെ സ്വന്തം സഹോദരന്മാർ ഒരടിമയെ വിൽക്കുന്ന പോലെ 20 വെള്ളിപ്പണത്തിന് വില പറഞ്ഞു വിറ്റു. ആ മകന്റെ ഉള്ളം നൊന്ത് സഹോദരന്മാരുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി കെട്ടപ്പെട്ടവരെ പോലെ മിദ്യാനിലെ കച്ചവടക്കാരുടെ പുറകെ ഒരാടിനെ പോലെ, ഒരാട്ടിൻകുട്ടിയെ പോലെ, അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ, വായി തുറക്കാത്ത കുഞ്ഞാടിനെ പോലെ മിണ്ടാതെ കടന്നു പോകുമ്പോൾ, എന്റെ സഹോദരന്മാർക്ക് ഞാൻ അപ്പം കൊണ്ട് കൊടുത്തപ്പോഴും എന്നോട് കണ്ണ തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരടിമയെ പോലെ അവരെ കൊണ്ടുപോയി പൂർണ്ണ ഭവനത്തിൽ അവൻ അടിമയായിരിക്കുന്നു. എന്നാൽ അവിടെയും വിശുദ്ധിയും ഉപദേശത്തിൽ നിന്നതുകൊണ്ട് ആ അടിമയായി ജോസഫ് പിന്നെ ആരായി തീർന്നു? ദൈവവന് ശ്രേഷ്ഠനായി മാനിച്ചവനെ ഉയർത്തിക്കൊണ്ടുവരണയായി. ഒനേസിമോസിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്, അവൻ ആത്മീയ സ്തോത്രം പ്രൈസ് ലോർഡ്, ഫിലേമോന്റെ ഭവനത്തിൽ വിലപിടിപ്പുള്ള ഒരു വസ്തു മോഷ്ടിച്ചുകൊണ്ട് അവൻ കടന്നു വരുമ്പോൾ അവനെ പട്ടാളം പോലീസുകാർ പിടിച്ച് റോമിലെ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. ഒരുപക്ഷെ പൗലോസിന്റെ അടുത്ത് വരാൻ പോലും യോഗ്യതയുള്ളവനല്ല, അടിമയാണ്. പൗലോസ് ആരാണ്? പക്ഷെ യേശു ക്രിസ്തുവിൽ പൗലോസ് അവനെ കാണുകയാണ്. അവൻ എന്റെ മകനാണ്, അവൻ എന്റെ പ്രിയനാണ്, സ്തോത്രം, അവൻ എന്റെ പ്രിയ മകനാണ്, അവനെ എന്റെ അടുത്ത് നിർത്തി എന്നെ സൂക്ഷിപ്പാൻ ഞാൻ ആഗ്രഹമുണ്ട്. എങ്കിലും നിർബന്ധത്താലല്ല, നിന്റെ അനുവാദത്താലല്ല, അത് ഞാൻ ചെയ്യില്ല. ആ ഒനേസിമോസേ, നിന്നെ ആര് മകനെന്ന് വിളിച്ചിട്ടുണ്ട്? നിന്നെ ആര് ചേർത്ത് നിർത്തിയിട്ടുണ്ട്? നീ ഒരു അടിമ മാത്രമായിരുന്നില്ലേ? എന്നാൽ എന്തുകൊണ്ടാണ് ഒനേസിമോസേ പൗലോസ് നിന്നെ സ്നേഹിക്കാൻ? നീ യേശുവിന്റെ മകനായതുകൊണ്ടാണ്. ഒരു കാലത്ത് നമ്മെ കാണുമ്പോൾ മുഖം തിരിച്ചവര്, അവരുടെ കൂടെ ഇരുത്താഞ്ഞവര്, നമുക്ക് കൈതരാഞ്ഞവര്, അറിയ നമുക്ക് ഇന്ന്
ഈ ബഹുമാനവും സ്നേഹവും നമുക്ക് നൽകിയത് നാം യേശു ക്രിസ്തുവിന്റെ അരുവി മകനും അരുവി മക്കളുമായതുകൊണ്ടല്ലേ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് എനിക്ക് സമയം അനുവദിച്ചത് അരുവിയ തീരാറായിരിക്കുന്നെങ്കിൽ ഒരു വാക്കൂടെ പറയട്ടെ. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ 3.5 വർഷക്കാലം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. തന്റെ പ്രാർത്ഥനാ ജീവിതത്തിലും തന്റെ അത്ഭുതങ്ങളുടെ നടുവിലും കൊണ്ടു നടന്ന ശിഷ്യന്മാർ പോലും തന്റെ കഷ്ടതയിൽ ഒന്ന് താങ്ങാനോ ഒന്ന് ആശ്വാസം പറയാനോ ആ ക്രൂശിൽ നിന്ന് താങ്ങാൻ പോലും ഇല്ലാതിരിക്കുമ്പോൾ ഇതാ ഹല്ലേലൂയ സ്തോത്രം, വയലിൽ നിന്ന് വരുന്ന ശിമോൻ, ഹല്ലേലൂയ സ്തോത്രം, കുറേനക്കാനായ ശിമോനെ അവർ നിർബന്ധിച്ച് ക്രൂശ് ചുമപ്പിച്ച് ലൂക്കോസ് 23:36 ഇപ്രകാരം പറയുന്നു, എന്തിനാണ് ശിമോനെ നീ കരുത്തനല്ലേ, ആരോഗ്യവാനല്ലേ, മനസ്സലിവുള്ളവനല്ലേ? യേശു ആ ക്രൂശുമായി പോകുന്ന കണ്ടിട്ട് നീ നോക്കിയില്ലേ? ദൈനീയത കൊണ്ടായുള്ളത് എന്തുകൊണ്ടാണ് നിന്നെ അവർ ക്രൂശ് നിർബന്ധിച്ചത്? നീ ഓടിച്ചത് എന്താണ് ആ ക്രൂശ് തൊടാഞ്ഞത്? പക്ഷേ ദൈവമക്കളെ, വയലിൽ നിന്ന് പറയുമ്പോൾ നമ്മുടെ തർജ്ജിമ വ്യത്യാസമാണ്. അവൻ വയലിൽ നിന്ന് വരിക അല്ല, അവൻ യെരൂശലേമിൽ പെരുന്നാളിന് വരികയാണ്. യെരൂശലേമിൽ പെരുന്നാളിന് വരുന്നവന് ശാപം എന്ന കുരിശിനെ തൊടാൻ പാടില്ല. കാരണം ഒരു യഹൂദനെ സംബന്ധിച്ച് ഹല്ലേലൂയ സ്തോത്രം, അവന് കൊടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ലോകത്തിൽ ഒരു കുറ്റവാളിക്ക് കൊടുക്കുന്ന ഏറ്റവും നീചമായ ഒരു ശിക്ഷയായിരുന്നു കുരിശ്. കുരിശ് തൊട്ടവൻ പിന്നെ അവൻ ഒരിക്കലും ഒരു ആത്മീയ കാര്യങ്ങളിലോ യാഗത്തിലോ ഒന്നും സംബന്ധിക്കാൻ പാടില്ല. അവൻ ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ആ ക്രൂശ് ഒരിക്കലും അറിയാവുന്ന ഒരു വ്യക്തി തൊട്ടില്ല, പട്ടാളക്കാർ തൊട്ടില്ല, ശിഷ്യന്മാർ പോലും തൊട്ടില്ല. അവരവിടെ തൊടാഞ്ഞത് അവർക്ക് ഈ വചനം അറിയാമായിരുന്നു. ആ കുരിശ് തൊടാൻ ആരുമില്ലാതിരിക്കുമ്പോൾ നിർബന്ധത്താലാണ് ശിമോനെ കൊണ്ട് ഈ ക്രൂശ് എടുപ്പിച്ചെങ്കിൽ തന്റെ ഉള്ളിൽ യാഗം കഴിക്കാൻ പറ്റാതെ, പെരുന്നാളിന് കൂടാൻ പറ്റാതെ, കൂടാതെ പെരുന്നാളിന് സംബന്ധിക്കാൻ പറ്റാതെ ഞാൻ നിരാശയോടെ പോകേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ യേശുവിന്റെ ക്രൂശ് മരണത്തിന് സാക്ഷ്യം വഹിച്ച് ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്റെ ഭാര്യ ചോദിച്ചു കാണും, പെരുന്നാൾ എങ്ങനെയിരുന്നു? ആ മനുഷ്യന് സാക്ഷ്യം പറയും, എനിക്ക് പെരുന്നാളിന് കൂടാൻ കഴിഞ്ഞില്ല. ഒരു നീതിമാനായ മനുഷ്യന്റെ മരണത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു. താങ്ങാൻ പറ്റാത്ത ഭാരമേറിയ കുരിശുമായി പോയപ്പോൾ ആ കുരിശ് എനിക്ക് താങ്ങേണ്ടി വന്നു. ഒരുപക്ഷെ കുരിശ് ശവിക്കപ്പെട്ടതെങ്കിലും ആ ക്രൂശ് ഞാൻ താങ്ങിയപ്പോൾ എന്തോ എൻ്റെ ഒരു ഭാരം മാറി, എൻ്റെ ഒരു നിരാശ മാറി, എൻ്റെ ഒരു വേദന മാറി, എൻ്റെ ജീവിതം അർത്ഥമുള്ളതായി തോന്നിയതായിട്ട് എനിക്ക് തോന്നി. അതേ, അന്നാരും ഒരു കൂലി കൊടുത്തില്ല, സ്തോത്രം. പക്ഷേ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പൗലോസ് എഴുതി വെച്ച് റോമാലേഖനം 13 ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിൽ പ്രസക്തനായ ലൂക്കോസിനെ അവന്റെ അമ്മയും ഞാൻ വന്ദനം ചെയ്യുന്നു. അതേ, കറുത്ത വർഗക്കാരന്റെ പാവപ്പെട്ടവന്റെ ലോകം തള്ളിക്കളഞ്ഞവനായ ശിമോനെ, നീ ക്രൂശ് എടുത്തത് കൊണ്ട് നിന്റെ തലമുറകൾ ആരായി തീർന്നു, ലോകത്തിൽ തന്നെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഗവർണറായും ബിഷപ്പായി മാറി. അതുകൊണ്ട് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കാൻ പോവുകയാണ്. ദൈവജനമേ, ഒരു കാലത്ത് ലോകത്തിന്റെ ബന്ധനങ്ങളിൽ ഒടുങ്ങപ്പെട്ട നമ്മയും ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയെന്ന് നമ്മൾ വിളിച്ചു പറയണം. അതുകൊണ്ടാണ് നമ്മുടെ ദൈവദാസന്മാർ തെരുവീതികളിലും ജംഗ്ഷനുകളിലും ഗ്രാമങ്ങളിലും ഒക്കെ പ്ലാറ്റ്ഫോം അല്ല, വലിയ ഒരുക്കപ്പെട്ട സ്റ്റേജുകളിലല്ല, 4 പേര് കൂടുന്ന കവലകളിലോ ഗ്രാമങ്ങളിലോ എവിടെ നിന്നും യേശുവിനെ കുറിച്ച് വിളിച്ചു പറയുന്നത് അവർ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നത്. ഞാനും പരസ്യയോഗങ്ങളിൽ പോയി സംബന്ധിക്കുന്ന ഒരു ദൈവദാസനാണ്, പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം അതാണ്. ദൈവം നമ്മെ സ്തോത്രം കഷ്ടതയുടെ നടുവിൽ നിബന്ധനം അടിച്ചു മാറ്റിയെങ്കിൽ ലോകത്തുമ്പിൽ പരസ്യമായി സാക്ഷ്യം പറയുന്നവനെ ദൈവം ഉയർത്തുവാനിടയാകും. നാം പറയാൻ ലജ്ജിക്കുന്നെങ്കിൽ ദൈവം നമ്മെ കുറിച്ച് ലജ്ജിക്കും. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ധൈര്യത്തോടും സമാധാനത്തോടും ആനന്ദത്തോടെ കളങ്കമില്ലാതെ അവന്റെ കൃപാസനത്തിന് മുമ്പിൽ മഹിമയോടെ നിൽപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഇന്ന് സ്തോത്രം ഹല്ലേലൂയ, ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ നല്ല ദിവസം സ്തോത്രം, ദൈവമക്കളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. നമുക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി മരണം വരിച്ചു. സാത്താന്റെ തലയെ തകർത്ത് മരണമേതിന്റെ ജയം എവിടെ, മരണമേതിന്റെ വിഷമുള്ള എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കാൽവറി കൊലക്കളത്തിൽ വെച്ച് പിശാചിനെ തകർത്ത് നമുക്ക് വേണ്ടി വിജയം തന്ന കർത്താവിനെ നാം ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഒരു ദിവസത്തേക്കുള്ളതല്ല, എന്ന് നിലനിൽക്കുന്ന സ്വാതന്ത്ര്യമാണ്. നാം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവോളം ആ സ്വാതന്ത്ര്യത്തിൽ ആരാധിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ, ഇത്രത്തോളം സമയം സൂക്ഷിപ്പാനായിട്ട് പ്രാർത്ഥന എന്താ ഈ മകൾ പ്രസ്ഥാനത്തിന്റെ ഈ ആത്മീയ സൂക്ഷയിൽ എനിക്കും ഒരവസരം ഒരുക്കി തന്ന കർത്താവിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന എന്റെ സ്നേഹത്തിനും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായ മെൻസൺ ഡാനിയേൽ എന്ന ദൈവദാസനോടും ടീമിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ഞാൻ നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമേ. ഗോഡ് ബ്ലെസ് യു.